കേരളത്തിൽ വി ഡി സതീശൻ RSSനെ ഭയപ്പെടുകയാണ്. അദ്ദേഹം പറവൂരിൽ RSSന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രം RSS പുറത്തുവിട്ടു. നമ്മളെല്ലാവരും കണ്ടതാണ്. RSSന്റെ ചിഹ്നത്തിന് മുന്നിൽ, വി ഡി സവർക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ വിധേയനായി RSSന്റെ എല്ലാ ആശയങ്ങളും തൻ്റെ ശിരസിലേക്കൊന്ന് പകർന്നു തരൂ എന്ന് യാചിച്ചുകൊണ്ട് കുമ്പിട്ട് നിൽക്കുന്ന വി ഡി സതീശനെ നമ്മളെല്ലാവരും കണ്ടു. ഞങ്ങൾ സംശയിക്കുന്നത് ഇനിയും ഏറെ ചിത്രങ്ങൾ RSSന്റെ കയ്യിൽ വി ഡി സതീശനെ സംബന്ധിച്ചുണ്ട് എന്നാണ്. ഞങ്ങൾ ഇന്നലെ വളരെ അതിശയത്തോടു കൂടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് വി ഡി സതീശൻ്റെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകളെ കണ്ടത്. നിങ്ങൾ നോക്ക്, അവർ പറഞ്ഞ പ്രസ്താവനകളിൽ എവിടെയും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാൻ RSS തയ്യാറാക്കിയിരിക്കുന്ന ഈ പദ്ധതിയെപ്പറ്റി ഒരക്ഷരം പോലും ഉരിയാടാൻ, മിണ്ടാൻ അവർ തയ്യാറായിട്ടില്ല. ഞങ്ങളെ അത് അത്ഭുതപ്പെടുത്തുകയാണ്. അവർ SFI നടത്തുന്ന സമരങ്ങളെ അംഗീകരിക്കണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നില്ല. അതവർ അംഗീകരിക്കണമെന്നില്ല. അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആവേശത്തോടെയാണ് SFI കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ നടത്തുന്ന ഈ പോരാട്ടത്തെ വീക്ഷിക്കുന്നത്, കാണുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവർ ഈ സമരത്തെ തള്ളിക്കളയുമ്പോഴും RSS ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു വാക്കുകൊണ്ട് പറയാൻ അവർ ഈ രാജ്യത്ത്, കേരളത്തിൽ തയ്യാറാവുന്നില്ല. വി ഡി സതീശൻ്റെ ഇന്നലത്തെ പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ്. സർവകലാശാലകളിൽ നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസം എന്നാണ് വി ഡി സതീശൻ്റെ പ്രസ്താവന. ഞങ്ങൾ വി ഡി സതീശനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ, RSSനെതിരായ സമരം അങ്ങേക്ക് എപ്പോഴാണ് ഗുണ്ടായിസമായി തോന്നുന്നത്? RSSനെതിരായി സമരം ചെയ്യുന്നവരെ നിങ്ങൾ ഗുണ്ടായിസമായി ചിത്രീകരിച്ചാൽ ഈ രാജ്യത്ത് എവിടെയാണ് നിങ്ങൾ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി ശബ്ദമുയർത്താൻ പോകുന്നത്? RSSനെതിരായ സമരത്തെ ഗുണ്ടായിസം എന്ന് ചിത്രീകരിച്ച വി ഡി സതീശൻ്റെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയവും മതേതര കേരളം തള്ളിക്കളയേണ്ടതുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ സംശയിക്കുന്നത് കേരളത്തിൽ വി ഡി സതീശൻ RSSനെ ഭയപ്പെടുകയാണ്. അദ്ദേഹം പറവൂരിൽ RSSന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രം RSS പുറത്തുവിട്ടു. നമ്മളെല്ലാവരും കണ്ടതാണ്. RSSന്റെ ചിഹ്നത്തിന് മുന്നിൽ, വി ഡി സവർക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ വിധേയനായി RSSന്റെ എല്ലാ ആശയങ്ങളും തൻ്റെ ശിരസിലേക്കൊന്ന് പകർന്നു തരൂ എന്ന് യാചിച്ചുകൊണ്ട് കുമ്പിട്ട് നിൽക്കുന്ന വി ഡി സതീശനെ നമ്മളെല്ലാവരും കണ്ടു. ഞങ്ങൾ സംശയിക്കുന്നത് ഇനിയും ഏറെ ചിത്രങ്ങൾ RSSന്റെ കയ്യിൽ വി ഡി സതീശനെ സംബന്ധിച്ചുണ്ട് എന്നാണ്. ആ ചിത്രങ്ങൾ പുറത്തുവിടുമോ? വി ഡി സതീശനും RSSുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ RSSകാരുടെ നേതാക്കന്മാർ പുറത്തുവിടുമോ എന്ന ഭയത്തിലാണ് RSSനെതിരായ സമരത്തെ ഗുണ്ടായിസമെന്ന് ചിത്രീകരിക്കാൻ വി ഡി സതീശൻ തയ്യാറാവുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. KSUവിനെ പോലും സമരം ചെയ്യാൻ വി ഡി സതീശൻ അനുവദിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. RSSനെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യും എന്ന് KSUകാരെ വി ഡി സതീശൻ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ RSSന് ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് കേരളത്തിലുണ്ടാവുകയാണ്. ഇത് മതേതര കേരളത്തിന് അപമാനവും ലജ്ജാവഹവുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിസ തോമസിൻ്റെ ഒരു പ്രസ്താവനയാണ്. സിസ തോമസ് പറയുന്നത് ജോലി തടസ്സപ്പെടുത്തി എന്നാണ്. SFIയുടെ സമരം ഇന്നലെ കേരള സർവകലാശാല ക്യാമ്പസിൽ ജോലി തടസ്സപ്പെടുത്തി എന്നാണ്. താൽക്കാലികക്കാരിയായി 4 ദിവസത്തേക്കാണ് സിസ തോമസ് സർവകലാശാലയിൽ വന്നത്. ഞാൻ ചോദിക്കട്ടെ, 4 ദിവസം സർവകലാശാലയിൽ വന്നിട്ട് എന്ത് ജോലിയാണ് സിസ തോമസ് അവിടെ ചെയ്തത്? SFIയുടെ സമരം ഇന്നലെ ആയിരുന്നല്ലോ സർവകലാശാലയിലേക്ക് ഉണ്ടായത്. ആ സമരം ഇന്നലെ ഏതാണ്ട് 3 മണിക്കൂറാണ് നീണ്ടുനിന്നത്. ആ 3 മണിക്കൂർ കഴിച്ചുള്ള സമയം എന്ത് ജോലിയാണ് സിസ തോമസ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഇനി അതിന് മുമ്പുള്ള ആളുണ്ടല്ലോ, ഈ ചുമല കൊടുത്തിട്ട് പോയ ആൾ, മോഹനൻ കുന്നുമ്മൽ. ആ മോഹനൻ കുന്നുമ്മൽ എന്ത് ജോലിയാണ് കേരള സർവകലാശാല ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തകർ മറ്റ് പല വകുപ്പുകളിലും ഏതെങ്കിലും ഒരു ഫയൽ പെൻഡിങ് ആയാൽ ആ ഫയൽ നീങ്ങുന്നില്ല എന്ന് വളരെ ആക്ഷേപത്തോടെ മാധ്യമ റിപ്പോർട്ടുകൾ കൊടുക്കുന്നവരാണല്ലോ. നിങ്ങൾ കേരള സർവകലാശാലയിലേക്ക് ഒന്ന് പോകണം. VCയുടെ മേശപ്പുറത്ത് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ബാധിക്കുന്ന, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന, സർവകലാശാലയുടെ വിവിധ ഭരണ വിഭാഗങ്ങളെ ബാധിക്കുന്ന 1000ഓളം ഫയലുകൾ പെൻഡിങ്ങിലിരിക്കുകയാണ്. എന്താ SFIക്കാരൻ മോഹനൻ കുന്നുമ്മലിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് നിങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞിട്ടാണോ അതിലൊന്നും മോഹനൻ കുന്നുമ്മൽ ഒപ്പിടാത്തത്? എന്താ മോഹനൻ കുന്നുമ്മൽ ജോലി ചെയ്യാൻ പ്രയാസം? എന്താ സിസ തോമസിന് ജോലി ചെയ്യാൻ പ്രയാസം? അപ്പോൾ RSSകാർ പറയുന്ന ഫയലുകളിൽ മാത്രമാണ് ഇവർ ഒപ്പിടുന്നത്. ഇനി ഉദ്യോഗസ്ഥർ സ്ഥിതിയോ? ആത്മാർത്ഥമായി പണിയെടുക്കുന്ന കേരള സർവകലാശാലയിലെ രജിസ്റ്റർ, ദീർഘനാളുകളായി അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്ത് അനുഭവ സമ്പത്തുള്ള ആളാണ്. അദ്ദേഹത്തെ പോലും ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. കേരള സർവകലാശാലയിൽ യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തത് സിസ തോമസും മോഹനൻ കുന്നുമ്മലും അവരെ നിയന്ത്രിക്കുന്ന ഗവർണറുമാണ്.